ഇപ്പോൾ ഫാദർ പോൾ തേലക്കാട് കൂടി ചർച്ചയിൽ നേരിട്ട് ചേരുകയാണ്. ഫാദർ, മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം അത് യഥാർത്ഥത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി സഭ പിന്തുണയ്ക്കുകയാണോ, സ്വാഗതം ചെയ്യുകയാണോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള അവമതിപ്പ് സൃഷ്ടിക്കുന്ന ഒരു വിലയിരുത്തൽ, ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ദേവഗിരി കോളേജിൽ പറഞ്ഞ പ്രസ്താവം അതീവ ആദരവോടുകൂടി ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടത്തിയ ഒരു ആത്മവിമർശനത്തിൻ്റെ ആഹ്വാനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ കത്തോലിക്ക സഭ വളരെ പാരമ്പര്യമുള്ള ക്രൈസ്തവ വീക്ഷണത്തോടുകൂടി വിദ്യാഭ്യാസം നടത്തിയ പാരമ്പര്യമുള്ളവരാണ്. ആ പാരമ്പര്യത്തിനകത്തേക്ക് കച്ചവടത്തിൻ്റെ മനസ്സിൽ കയറരുത് എന്നുള്ള ജാഗ്രതയോടുകൂടി, അതിൻ്റെ വേദനയോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. അത് കേൾക്കുന്ന കത്തോലിക്കർക്ക് വ്യക്തമായി മനസ്സിലാകും. ഞാനടക്കമുള്ളവർ കത്തോലിക്ക സഭയിൽ അംഗങ്ങളാണ്. ഞങ്ങൾക്ക് വേദനയുള്ളൊരു കാര്യമാണിത്. സഭയുടെ വേദികളിലൊക്കെ പറയാറുണ്ട്. ചില വളരെ ചുരുക്കമായ ആളുകളെങ്കിലും ഇത് നടത്തുന്ന തെറ്റായ പ്രവണതകൾ സഭയ്ക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്നു, സഭാവിശ്വാസികൾക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്നു. ദുഃഖം വളരെ സ്വാഗതാർഹമായ, വളരെ ധീരമായ ഭൂരിപക്ഷം പേരും നന്നായി നടത്തുമ്പോൾ ഫാദർ പോൾ തേലക്കാട്ട്, ഈ നിലയിൽ സർക്കാർ ഇപ്പോൾ വിജിലൻസിനെയാണല്ലോ മുഖ്യമന്ത്രി വളരെ പരസ്യമായി സൂചിപ്പിച്ചു, ഇങ്ങനെയൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ശരിയാവില്ല, വിജിലൻസ് ഇടപെടും. അങ്ങനെ വിജിലൻസ് ഇടപെടുമ്പോൾ വിശ്വാസത്തിൻ്റെ പേരിൽ ഇവർക്ക് സംരക്ഷണം ചുമത്താനോ സംരക്ഷണം നൽകാനോ അവരെ പ്രതിരോധിക്കാനോ നാളെ സഭ മുന്നോട്ട് വരരുത്. സഭ മുന്നോട്ട് വരരുത്. ഞാനതിൽ തെറ്റുകൾ തിരുത്തുക തന്നെ വേണം. അത് തിരുത്താനുള്ള ആർജവം സഭയ്ക്കുണ്ട്. സഭ അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. സഭയുടെ അധ്യക്ഷന്മാരും ഇത് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാര്യം ചെയ്യണം, ഈ മാനേജ്മെൻറ്റുകളുമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതൊരു സംഭാഷണത്തിൻ്റെ തലത്തിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതിലൊരു വിയോജിപ്പ് എനിക്കുണ്ട്. കാരണം മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങളെ തന്നെ നമുക്ക് എടുക്കാം. മുഖ്യമന്ത്രി പറഞ്ഞ വാചകത്തെ തന്നെ എടുക്കാം. അബ്കാരി ബിസിനസ് നടത്തുന്നവർ വരെ ലാഭം മുന്നിൽ കണ്ട് കോളേജുകൾ തുടങ്ങി. നിയമനങ്ങൾ ലേലം വിളി പോലെയായി ലാഭക്കണ്ണോടുകൂടി മാത്രം കാണുന്നു. ഇതിൽ കൊള്ളയും ക്രമക്കേടും വിജിലൻസ് ഇടപെടും. ഒരാളും സംരക്ഷിക്കാൻ അവരെ ഉണ്ടാകില്ല എന്ന് വിചാരിക്കാം. അപ്പുറത്ത് ക്രൈസ്തവ വിശ്വാസിയായ ഒരു മാനേജ്മെൻ്റ് ഉണ്ട് എങ്കിൽ അവരോട് മാത്രം വിളിച്ചിരുത്തി ഉപദേശിച്ച് അവരെ നന്നാക്കാൻ ആദ്യം സർക്കാർ ശ്രമിക്കണം. നടന്നില്ലെങ്കിൽ മാത്രം നടപടി. ഇതൊരു കൃത്യം ഇരട്ടത്താപ്പാണ്. എന്തിനാണ് ഈ സംരക്ഷണം നൽകുന്നത്? ഫാദറിൻ്റെ തുടർന്നു വന്ന പരാമർശങ്ങളിൽ അതിൻ്റെ ഒരു സൂചന അടങ്ങിയിട്ടുണ്ട്. തള്ളിപ്പറയൂ. തീർച്ചയായിട്ടും അതല്ല. ഇന്ന് തന്നെ കർദിനാൾ പറഞ്ഞത് KER പരിഷ്കരിച്ചപ്പോൾ സർക്കാർ ഈ മാനേജ്മെൻറ്റ് ഉൾപ്പെടുത്തിയില്ല, ദുഃഖമാണ്. ആ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിയമവിരുദ്ധമായത് സർക്കാരിൻ്റെ നിയമം നിലവിലുള്ളപ്പോൾ അതിന് വിരുദ്ധമായി ചെയ്താൽ നടപടിയെടുക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ നടപടി എടുക്കണം. പക്ഷേ ഈ വിദ്യാഭ്യാസ പരിപാടികളിൽ, വിദ്യാഭ്യാസ നയപരിഷ്കരണത്തിൽ, നയങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഈ മാനേജ്മെൻറ്റുകളെയും അതിൻ്റെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. ഇതൊരു ഏകപക്ഷീയമായ യുദ്ധമല്ല. ഇതൊരു വർഗസമരം നടത്താനുള്ളതല്ല. ഒന്നിച്ച് പ്രവർത്തിക്കാൻ വിദ്യാഭ്യാസത്തെ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെയും ഈ വിദ്യാർത്ഥികളെയും മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സംഭാഷണത്തിൻ്റെ ശൈലി ഉണ്ടാക്കണമെന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇനി അങ്ങോട്ട് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു സമീപനത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഏതായാലും സർക്കാർ ഒരു നിലപാട് വളരെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. ക്രൈസ്തവ സഭ വളരെ കൃത്യമായി അതിനെ പിന്തുണയ്ക്കുമ്പോൾ പോലും, ആദരവോടെ പിന്തുണയ്ക്കുമ്പോഴും ചില റിസർവേഷൻസ് ആ വാചകങ്ങളിൽ ഉണ്ട് എന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നതുമാണ്. നേരത്തെ പറഞ്ഞ പോലെ കർദിനാൾ തന്നെ പറഞ്ഞു, വിശ്വാസത്തിൽ എടുത്തൊക്കെ പോകണം എന്ന് പറയുന്നു. അതിന് വിശദീകരണം ഇപ്പോൾ ഫാദർ നൽകുകയും ചെയ്തു. സർക്കാരിൻ്റെ സമീപനം തുടർന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത് എന്താണ് പ്രതിപക്ഷം? അല്ല, ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ അതിനകത്തൊക്കെ പല സബ് ഡിവിഷൻസും ഒക്കെ ഉണ്ടാകും. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ നടത്തുന്ന കോളേജുകളൊക്കെ മിക്കവാറും ഒക്കെ കുറേയൊക്കെ ഭേദമായിട്ടാണ് നടത്തുന്നത്. ചില ഇൻഡിവിജ്വലായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസികൾ നടത്തുന്ന, അല്ലെങ്കിൽ ക്രൈസ്തവരല്ലാത്ത ആളുകൾ പോലും സെയിൻറ്റുകളുടെയൊക്കെ പേരിട്ടുകൊണ്ട് പിന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും കേരളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്നത് ഒന്നും ശരിയല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. അത് ബഹുമാനപ്പെട്ട
ആലഞ്ചേരി പിതാവ് തന്നെ പറഞ്ഞിരിക്കുന്നത് അതിനെ ആ ഒരു പൂർണ്ണ ധൈര്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിയമവിരുദ്ധമായി ആര് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരെ നിങ്ങൾക്ക് നടപടിയെടുക്കാം, പക്ഷേ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിലൊക്കെ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ അതിൻ്റേതായ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ട്. കാരണം പല താല്പര്യക്കാർ ഇതൊക്കെ ഈ ഗവൺമെൻറ്റിന് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരുപാട് താല്പര്യക്കാരൊക്കെ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെയൊക്കെ താല്പര്യം വെച്ചുകൊണ്ടാണ് ഈ സ്വാശ്രയ ഫീസ് തന്നെ ഇത്തവണ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമൊക്കെ പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അപൂർവമായിട്ട് അദ്ദേഹം പോകാറുള്ളത്. ചെന്നപ്പോൾ അവിടുത്തെ ഒരു നമ്പർ അടിച്ചിട്ട് പോകുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും കേരളത്തിൽ നടത്തും. ഇന്ന് എനിക്ക് കഴിഞ്ഞ 7 മാസത്തെ പുള്ളിയുടെ പ്രഖ്യാപനങ്ങൾ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രഖ്യാപനം കൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്ത് നേട്ടം? ഒരു വലിയ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി കേരള ജനതയോടല്ലേ സംസാരിച്ചത് ശ്രീ വാഴക്കൻ? അദ്ദേഹം വലിയൊരു ഒരു തിരുത്തലിന് വേണ്ടി ശ്രമിക്കുന്നു എന്നൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ധാരണകളൊക്കെ ഉണ്ടാക്കുന്നതനുസരിച്ച് അദ്ദേഹം നീങ്ങുന്നില്ല ബാക്കി പിന്നീട് അങ്ങോട്ട്. അതാണ് എൻ്റെ പരാതി. ഏതായാലും ഉണ്ടാക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് ശ്രീ പി എം മനോജിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ശ്രീ വിവേക് ASF നേതാവാണ് ഇപ്പോൾ ചേരുന്നു. കാരണം മുഖ്യമന്ത്രി പ്രസ്താവനയോട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥി സമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ ജിഷ്ണു പ്രണോയുടെ ബന്ധു അമ്മാവൻ ശ്രീജിത്തിനെ ടെലിഫോൺ ലൈനിൽ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ വിവേക് ഇപ്പോൾ നേരത്തെ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ശ്രീ ജേക്കബ് ജോർജൊക്കെ സൂചിപ്പിച്ച ലോ അക്കാഡമി ലോ കോളേജിലെ സമരത്തിന് നേതൃത്വം നൽകുന്ന ASF നേതാവാണ് വിവേക്. ഇവിടെ പ്രധാനമായും പ്രിൻസിപ്പലിനെതിരെയാണ് നിങ്ങളുടെ സമരം. വലിയ നിലയ്ക്ക് ആ സമരം മുന്നോട്ട് പോകുന്നു. ഒരുപാട് ആക്ഷേപങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സ്വാശ്രയ മേഖലയ്ക്കും അപ്പുറം ചരിത്രമുള്ള ഒരു കലാലയത്തിലാണ് ഈ സമരം എന്ന വലിയൊരു പ്രത്യേകത ലോ അക്കാഡമിയെ സംബന്ധിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇൻറ്റേർണൽ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അറ്റൻഡൻസിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. സദാചാര പോലീസിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന ആക്ഷേപം നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഇവിടെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇത്തരം ഏത് തരം കൊള്ളരുതായ്മയോടും സർക്കാർ വിട്ടുവീഴ്ചയില്ലാതെ നടപടി സ്വീകരിക്കും, അതിന് വിജിലൻസിനെ കൂടുതൽ ശക്തമാക്കി തന്നെ ഈ മേഖലയിലേക്ക് നീങ്ങാൻ അനുവദിക്കും. മുഖ്യമന്ത്രി ദേവഗിരി കോളേജിൽ കോഴിക്കോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഒരു പ്രതീക്ഷയും വിശ്വാസവും പ്രതികരണവും? ഞങ്ങൾ ഇവിടെ സമരം നടത്തിയിട്ട് 7 ദിവസം കഴിയുന്നു. ഇത് 4 ദിവസമായി ഞങ്ങൾ നിരാഹാരം എടുക്കുകയാണ്. ഞങ്ങൾ സമരം ചെയ്യുന്നത് പ്രിൻസിപ്പലിനെതിരെയാണ്. ഈ കോളേജിലെ പ്രിൻസിപ്പൽ ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടുകൾ അവർക്ക് മാനദണ്ഡമേ അല്ല. ഇവിടെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന, വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന ഒരു നയ സമീപനമാണ് കോളേജ് മാനേജ്മെന്റും അതുപോലെ തന്നെ പ്രിൻസിപ്പലും വെച്ചുകൊടുക്കുന്നത്. ഇവിടെ മറ്റ് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കും, മറ്റ് കോളേജിനെ കുറിച്ച് പറയുമ്പോൾ അവിടെയൊന്നും സംഘടനാ പ്രവർത്തനമില്ല. എന്നാൽ ഇവിടെ എല്ലാ വിദ്യാർത്ഥി സംഘടന, പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്ന ഒരു കലാലയത്തിലാണ് ഈ ഗതിയെങ്കിൽ ഒരു രാഷ്ട്രീയമില്ലാത്ത കോളേജുകളുടെ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ ആശങ്കകൊള്ളുക. അതായത് വിവേക് പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു കലാലയത്തിലെ പരാതിയും പ്രശ്നങ്ങളും അടിയന്തരമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്വാശ്രയ മേഖലയിലെയും വിശേഷിച്ച് ക്രൈസ്തവ മാനേജ്മെന്റുകളിലെ കുഴപ്പങ്ങൾ അടക്കം അടങ്ങുന്ന മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാനാകില്ല, നടപടി സ്വീകരിക്കാനാകില്ല എന്ന തുറന്ന വിമർശനമാണോ വിവേക് പറയുന്നത്? തീർച്ചയായും. കാരണം ഞങ്ങൾ 13-ാം തീയതി തന്നെ VC-ക്കും അതുപോലെ തന്നെ ജില്ലാ കളക്ടറിനും കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വളരെ ആശങ്കയെ കൂടെയാണ് നോക്കുന്നത്. ഞങ്ങൾ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഉണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഈ സമരം ഇതുവരെ വിജയിച്ചില്ല? ഒരു ചർച്ചയ്ക്ക് ഇതുവരെ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. ഞങ്ങൾ ഈ വിവേക് പറഞ്ഞു വരുന്നത് വളരെ വ്യക്തമാണ്. ശ്രീ പി എം മനോജ്, താങ്കളിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വാഴക്കൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. പരിഹാസമാണ്, തടസ്സങ്ങൾ ഉണ്ടാകും, ഈ സർക്കാരിൽ തന്നെ താല്പര്യക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറയുന്നതൊക്കെ ഒരു തരത്തിൽ നമ്പരായി മാറുമെന്നാണ് വാഴക്കൻ്റെ വാദം. പക്ഷേ ആ ASF നേതാവായിട്ടുള്ള വിവേക് എന്ന വിദ്യാർത്ഥി പറഞ്ഞതിൽ ഒരു കാര്യം അടങ്ങിയിരിക്കുന്നു. സ്വാശ്രയ കോളേജ് അല്ല, കാലങ്ങളായി വിദ്യാർത്ഥി സംഘടനകൾക്ക് നല്ല വേരോട്ടമുള്ള നേതാക്കൾ പഠിച്ചിറങ്ങുന്ന ഒരു കലാലയത്തിൽ, നമ്മളുമൊക്കെ ആ കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നതുകൂടി പറയാതെയും വയ്യ. ശ്രീ പി എം മനോജ്, അവിടെ അടക്കം ഇത്തരമൊരു പ്രശ്നമുണ്ടാകുമ്പോൾ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സ്വാശ്രയ മേഖലയിലേക്ക് പോകാനാവുക, ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്ക് പോകാനാവുക? ഒരു വിദ്യാർത്ഥിന് ഉന്നയിക്കുന്ന ചോദ്യമാണ്, അതൊരു വിദ്യാർത്ഥി നേതാവ്, വിദ്യാർത്ഥി പ്രവർത്തകൻ. ശ്രീ പി എം മനോജ്. അല്ല, സർക്കാർ അവിടെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എനിക്കറിയില്ല. അതെ, പക്ഷെ സർക്കാർ എപ്പോഴാണ് ഇടപെടേണ്ടത്?
ഒരു പ്രത്യേക വിഷയം വന്ന് ആ വിഷയത്തിൽ സർക്കാർ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇടപെട്ടിട്ടില്ലെങ്കിലാണ് നമുക്ക് ഇത് വിവേകം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി പറഞ്ഞ എങ്ങനെയാണ് ശ്രീ മനോജ് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി, വൈസ് ചാൻസലർക്ക് പരാതി, 4 ദിവസമായി നിരാഹാര സമരം, അതിനു മുമ്പ് SFI അടക്കം സമരം ചെയ്യുന്നു, വിദ്യാർത്ഥികളുടെ സമരത്തിന് CPM അടക്കം പിന്തുണ നൽകിയിട്ടുള്ളതുമാണ്. അവിടെയാണ് തിരുവനന്തപുരത്തെ ഈ സ്ഥാപനത്തിനെതിരെ ഈ വിമർശനം ഉയരുന്നത്. ശ്രീ PM മനോജ്. അല്ല, അവിടെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ SFI ഒരു മാർച്ച് നടത്തി. ആ മാർച്ച് പോലീസുമായിട്ട് ചെറിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. SFI പ്രവർത്തകർ ആശുപത്രിയിലായി. അതുപോലെ അവിടെ SFI പ്രവർത്തകർ, ഞാൻ പറയുന്നത് എൻ്റെ മകൾ ഉൾപ്പെടെ അവിടെ സമരത്തിലാണ്. അവിടെ സമരം നടക്കുന്നുണ്ട്. ആ സമരത്തിൻ്റെ ഏത് ഘട്ടത്തിലാണോ സർക്കാർ ഇടപെടേണ്ടത് ആ ഘട്ടത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിലാണ് നമ്മൾ ഇത്തരം ചർച്ച നടത്തേണ്ടത്. അതല്ലാതെ ഈ സ്വാശ്രയ കോളേജുകൾക്ക് ബാധിച്ച എല്ലാ പുഴുക്കുത്തുകളും അവിടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അവിടെ ആരാണ് ആ കോളേജിനെ നിയന്ത്രിക്കുന്നത്, അവരുടെ മുഖം എങ്ങനെയാണ്, അത് നോക്കിയിട്ട് സെലക്റ്റീവായിട്ട് നിയമം നടപ്പാക്കുക എന്നത് ഈ ഗവൺമെൻറ്റിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അത് ഉറപ്പായിട്ടും ഇനി എത്ര തന്നെ അടുപ്പക്കാരായാലും എത്ര തന്നെ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ആളുകളായി കഴിഞ്ഞാലും തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അതിന് തെറ്റായി കണ്ടുകൊണ്ട് കൃത്യമായ നടപടി എടുക്കുന്നത് നമുക്ക് അടുത്ത നാളുകളിൽ കാണാമെന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ശ്രീ ജേക്കബ് ജോർജ് എങ്ങനെ ചേരും? നേരത്തെ ആദ്യം ഈ വിഷയം ഉന്നയിച്ച ആളാണല്ലോ താങ്കൾ. തെറ്റുകൾക്ക് ഒരൊറ്റ ശിക്ഷയെ ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടാകൂ, 2 തരം നീതി ഉണ്ടാവില്ല. ശ്രീ PM മനോജ് ആർജവത്തോടെ വിശ്വസിച്ചു പറയുന്നത് അതാണ്. നേരത്തെ മനോജ് തന്നെയാണ് പറയുന്നത്. PM മനോജ് പറയുന്നത് കൊണ്ട് എല്ലാവരും കേരളത്തെ മലയാളികളെ മുഴുക്കെ സാക്ഷി നിർത്തി പറയുന്നതല്ലേ നേരത്തെ. ഞാനത് മുഖവലിക്ക് തന്നെ എടുക്കുന്നു. എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഈ ഗവൺമെന്റിലും. സംശയമുണ്ടോ? പക്ഷേ നേരത്തെ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ക്രിസ്ത്യാനികൾക്കെതിരെ എന്ന് തോന്നത്തക്ക വിധം തോന്നിപ്പിക്കുന്ന തരത്തിൽ പിണറായി നടത്തിയ പ്രസംഗമാണല്ലോ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില വ്യക്തികളായ ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ, അതിനകത്ത് അപകടം വിജിലൻസ് അന്വേഷിക്കുന്ന അദ്ദേഹം പറഞ്ഞു. അന്വേഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ശരത്തെ. ഈ വ്യക്തികൾ ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ അത് വാഴയ്ക്കലും ചൂണ്ടിക്കാണിച്ചു, സ്ഥാപനം നടത്തും, എന്നിട്ട് ന്യൂനപക്ഷാവകാശവും മേടിക്കും. അതാണ് അപകടം. ഈ ന്യൂനപക്ഷാവകാശത്തിൻ്റെ പേരിൽ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർക്ക് 10% നല്ലപോലെ കാശുണ്ടാക്കി കാശിന് വിൽക്കുകയും ചെയ്യാം. ഇത് ശരിക്കും, അതായത് ജേക്കബ് ജോർജ് പറഞ്ഞു വരുന്നത് സർക്കാരിന് അത്ര സുഗമമായി ഈ തെറ്റുകൾ കണ്ടെത്തിയാലും ഈ മേഖലയിലെ ക്രൈസ്തവ മാനേജ്മെന്റുകളിലേക്കും അത്ര സുഗമമായി കടന്നു ചെല്ലാൻ കഴിയണമെന്നില്ല എന്നാണോ? അല്ല, ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണടയ്ക്കാൻ കഴിയില്ല എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. ബഹുമാനപ്പെട്ട പോൾ തേലക്കാട്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, വളരെ ഗൗരവത്തോടുകൂടി അദ്ദേഹം കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു സഭ കേരള സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു സന്ദേശമായിട്ടാണ് ഞാൻ കാണുന്നത് ശരത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യം അന്വർത്ഥമാകണമെങ്കിൽ ഈ വഴിക്ക് ഞാൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ, ഇവിടെ പല കുഴുക്കുത്തുകളുണ്ട്. ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, മറ്റ് സമുദായങ്ങളിലുമുണ്ട്. മറ്റ് സമുദായങ്ങളിൽ തന്നെ ഇങ്ങനെ കാശടിച്ച് മാറ്റുന്നുണ്ട്. അധ്യാപക നിയമനത്തിൽ, കോളേജുകളിൽ മാത്രമല്ല. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, എയ്ഡഡ് മേഖലയിലേക്കും അൺഎയ്ഡഡ് മേഖലയിലേക്കും ഒക്കെ അദ്ദേഹം കടന്നിട്ടുണ്ട്. അതെ, സർക്കാർ ശമ്പളം കൊടുക്കുന്ന അധ്യാപകരെ നിയമിക്കുന്ന മാനേജ്മെന്റുകൾ കൊള്ള നടത്തുന്നുണ്ട്. കോടികൾ, ഒരു ശതക്കണക്കിന് കോടികൾ കാശ് പിടുങ്ങുന്നുണ്ട്. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇതൊക്കെ. ഏതായാലും നടപടിയാണ് കേരളം സ്വാഭാവികമായും വളരെ പ്രതീക്ഷയോടുകൂടി മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ തുടർച്ചയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗം എല്ലാവരിലേക്കും മടങ്ങി വരാം. ഈ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. ഒരു ചെറിയ ഇടവേള.